ബിഗ് ബോസ് മലയാളം സീസൺ 7 ഒരു പ്രൊമോ വന്നിട്ടുണ്ട്. കലാശക്കൊട്ടിന്റെ പ്രൊമോ നിങ്ങൾ കണ്ടു കാണും. എന്താന്ന് വെച്ചാൽ അനുമോൾക്ക് ഇനിയും വോട്ട് കുത്തനെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ശരിയായ രീതിയിൽ നല്ലൊരു രീതിയിൽ തന്നെ വോട്ട് അനുമോൾക്ക് വീഴുന്നുണ്ട്. അതിനെ ഒന്നും കൂടി ഡബിൾ ആക്കാൻ ഇത് സഹായിക്കുമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം മറ്റൊന്നുമല്ല, ഈ കയറി വന്നവരെല്ലാം കോർണർ ചെയ്തുകൊണ്ടിരുന്നത് ഈ അനുമോളെ തന്നെയാണ്. അതിനുശേഷം ആദില ഇന്നലെ എവിക്റ്റായി. ആദിലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളെല്ലാവരും പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും വലിയ കട്ടപ്പ ഈ ആദില തന്നെയാണ്. കൂടെ നിൽക്കുന്നവരെ ചതിക്കുന്നത് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് കണ്ടുപിടിക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് ഈ ആദില. നൂറ സൈലന്റ് ആയിട്ടാണ് അറ്റാക്ക് ചെയ്യുന്നത്. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നൂറയുടെ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ സൈലന്റ് ആണ്, പക്ഷെ മനസ്സ് നിറച്ചും വിഷം കയറ്റി വെച്ചിട്ട് അത് കുറച്ചായിട്ട് കുത്തിക്കൊണ്ടേയിരിക്കും. അതാണ് നൂറ. ആദില ജയിക്കാൻ വേണ്ടി ഏതറ്റവും പോകുന്ന ആൾ. താൻ പറഞ്ഞ കാര്യം സ്ഥാപിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അത് സത്യമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഏതറ്റവും വരെ പോകുന്ന ആദില. എന്തായാലും രണ്ടുപേരും ചേരും. എന്തായാലും ലക്ഷ്മിയോട് ഇപ്പോഴും ഈ വീഡിയോയിലും പറഞ്ഞില്ലെങ്കിൽ അതൊരു തെറ്റായി പോകും. ലക്ഷ്മിയോട് ഇപ്പൊ എന്തോ വലിയൊരു ഇഷ്ടമൊക്കെ തോന്നുന്നു. ലക്ഷ്മി പറഞ്ഞത് എത്രമാത്രം കറക്റ്റ് ആയിരുന്നു. ഇതിനെ ഒന്നും വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല. വീട്ടിൽ നിന്നല്ല, പഞ്ചായത്തിന്റെ ഏരിയയിൽ പോലും കയറ്റാൻ കൊള്ളത്തില്ല. ഓക്കെ, ആ പ്രൊമോ നിങ്ങൾ കണ്ടു കാണും. ആ പ്രൊമോയിൽ എല്ലാവരും കൂടി ചേർന്ന് അനുമോളെ കോർണർ ചെയ്യുകയാണ്. കാരണം മറ്റൊന്നുമല്ല, ഇന്നലെ ആദില പോകുന്ന സമയത്ത് അവിടെ പറഞ്ഞിരുന്നു, അനുമോള് ഫോൺ നമ്പർ എഴുതി കൊടുത്തെന്ന്, ടിഷ്യൂ പേപ്പറിൽ ലിപ്സ്റ്റിക് വെച്ചിട്ട് ഫോൺ നമ്പർ എഴുതി കൊടുത്തു എന്നുള്ളത്. അത് PR ആണെന്നാണ് ഈ ആദില ആദ്യം പറഞ്ഞിരുന്നത്. അതിനുശേഷം അനുമോള് ഇത് ഷാനവാസിനോട് പറഞ്ഞിരുന്നു, ഇത് PR നമ്പർ ഒന്നുമല്ല, എന്റെ നമ്പറാണ്. അതിൽ പറഞ്ഞു എന്നാണ് പറയുന്നത്. അത് കൊടുത്തതിന് ശേഷം പറഞ്ഞു എന്നാണ് പറയുന്നത്, ഇവിടെ പ്രയോറിറ്ററി കൂടുതൽ ലഭിക്കുന്നത് അക്ബറിനാണ്, എന്നെയും കൂടുതൽ ശ്രദ്ധിക്കാൻ പറയണം എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ പറഞ്ഞു നിരിക്കട്ടെ. ഇപ്പൊ അനുമോൾ ഇനി പറയുമ്പോഴേ അറിയത്തുള്ളൂ അതിന്റെ എന്താണ് അനുമോൾ അത് കൃത്യമായിട്ടെന്നുള്ളത് നമുക്ക് ലൈവ് കാണുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. ശരി, അപ്പോഴും ഞാൻ പറയുന്നു, അങ്ങനെ പറഞ്ഞെന്നിരിക്കട്ടെ. നിങ്ങളെല്ലാം 24/7 അതുപോലെ തന്നെ എപ്പിസോഡും കണ്ട ആൾക്കാരായിരിക്കും. നമുക്ക് തോന്നിയിട്ടില്ലേ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി അവിടെ കിട്ടിയിരിക്കുന്നത് അക്ബറിനാണെന്നുള്ളത്? ബിഗ് ബോസിന്റെ ഭാഗത്തു നിന്നും ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കിട്ടിയേക്കുന്ന ആർക്കാണ്? ഈ പറയുന്ന അക്ബറിനല്ലേ? അക്ബർ വലിയൊരു ഗെയിമർ ആയിട്ടാണോ? ഈ പുറത്തായവരെക്കാൾ നല്ലൊരു ഗെയിമർ ആണോ ഈ അക്ബർ? ഒരിക്കലും അല്ല. അപ്പൊ അക്ബർ എങ്ങനെയാണ് അവിടെ നിന്ന് പോകുന്നത്? നമ്മൾ എല്ലാവരും കണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഒരു സംശയം അനുമോൾക്കുണ്ടായതിൽ യാതൊരു തെറ്റുമില്ല. വെളിയിലിരുന്ന് നമ്മളൊക്കെ പറഞ്ഞ കാര്യമാണ്. എപ്പോഴും എവിക്റ്റായി പോകേണ്ട ഒരാളാണ് അക്ബർ. അക്ബർ അവിടെ പിടിച്ചു നിൽക്കുന്നത് PR ബലത്തിൽ തന്നെയാണ്. അക്ബർ പറയുന്നുണ്ടല്ലോ, നിന്റെ PR എന്റെ കുടുംബത്തെ കയറി എന്തോ ചെയ്തു എന്നൊക്കെ. ഏറ്റവും കൂടുതൽ സൈബർ ബുള്ളിങ് അനുഭവിച്ചിരിക്കുന്നത് അനുമോളുടെ ഫാമിലിയാണ്. ഈ പറയുന്നവരുടെ എല്ലാം PR ഒരുമിച്ച് നിന്ന് അറ്റാക്ക് ചെയ്യുന്നത് അനുമോളുടെ ഫാമിലിയാണ്. അനുമോളെയാണ് കൂടുതൽ അറ്റാക്ക് ചെയ്യുന്നത്, അനുമോളുടെ ഫാമിലി. എന്നിട്ട് ഇവരെ എനിക്ക് അങ്ങക്ക് PR ഇല്ല എന്ന് പറയുന്നു. ഏറ്റവും കൂടുതൽ PR ഈ അക്ബറിനാണ്. ഡൽഹി ബേസ് ചെയ്താണ് ഇപ്പോൾ PR വർക്ക് നടക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പൊ എത്രമാത്രം ക്യാഷ് വെളിയിൽ നിന്ന് ഇറക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അക്ബറിന്റെ കാര്യം പറയുകയാണെങ്കിൽ, അക്ബറും ശൈത്യയും ഒരേ അച്ചുതണ്ടിൽപ്പെട്ട ആൾക്കാരാണ്. കാരണം മറ്റൊന്നുമല്ല, അക്ബർ ഒരു പ്രോഗ്രാമിൽ പോയി പ്രൈസ് അടിക്കാതിരുന്നപ്പോൾ അവിടുന്ന് കരഞ്ഞു മെഴുകി ഇറങ്ങിയ ആളാണ്. അങ്ങനെയാണ് ഈ ഷോ ഡയറക്ടറുമായിട്ട് ബന്ധപ്പെടുന്നതും അവരുമായിട്ടൊരു കൂട്ടൊക്കെ ഉണ്ടാകുന്നതും. അങ്ങനെ ആ സീരിയൽ എങ്ങാണ്ട് ഡയറക്ട് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. പുള്ളിയെ പിടിച്ചാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ ഡയറക്ട് ചെയ്യാൻ ഏൽപ്പിച്ചത്. ഇതുപോലെ ഒരു പരാജിതനായ ഒരു ഡയറക്ടറെ നമ്മൾ കണ്ടിട്ട് പോലും ഇല്ല. ഈ ഷോയെ ഇത്രമാത്രം കുളവാക്കിയതിൽ ഒരു പങ്ക് ഈ പറഞ്ഞ ഡയറക്ടർക്ക് കൂടി ഉള്ളതാണ്. അക്ബറിന് പ്രയോറിറ്റി കിട്ടിയിട്ടില്ലേ ബിഗ് ബോസിന്റെ ഭാഗത്തു നിന്ന്? ഇല്ലെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. ഇപ്പോഴും കിട്ടുന്നില്ലേ? അവിടെ എത്രയോ നല്ല ഗെയിമർമാർ ഇപ്പോഴും നിൽക്കുമ്പോഴും അക്ബർ എന്തുകൊണ്ടാണ് പുറത്താവാത്തത്? അക്ബർ പിടിച്ചു നിൽക്കുന്നത് തന്നെ PR ബലത്തിൽ തന്നെയാണ്. ഇപ്പൊ PR വലിയ സംഭവം ഒന്നുമല്ല ഞാൻ പറയുന്നത്. PR എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ഒരാൾക്ക് മാത്രമേ PR ഉള്ളൂ എന്ന് വരുത്തി തീർക്കാനും, അവരുടെ PR മാത്രമാണ് ബാക്കിയുള്ളവരെല്ലാം അറ്റാക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞു വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് കളിക്കുന്ന ഒരു പൊറോട്ട നാടകം, വെറും ചീപ്പ് ഷോ. വെളിയിൽ നിന്ന് പ്ലാൻ ചെയ്ത് എല്ലാവരും കൂടെ അകത്തുപോയി അനുമോളെ കോർണർ ചെയ്യാൻ, അല്ലെ അനുമോളെ തകർക്കാൻ വേണ്ടിയിട്ട് ചെയ്ത കളിയിൽ വീണുപോയ ആദില കൂടെ കൂട്ടാൻ കൊള്ളത്തില്ല എന്ന് നമ്മളെല്ലാം കാണിച്ചു തന്നു. ആദിലയും നൂറയും ഒരു കാരണവശാലും മനസാക്ഷി ഉള്ളവർ ഒരിക്കലും ഈ ആദിലയും നൂറയും സപ്പോർട്ട് ചെയ്യത്തില്ല. ഇങ്ങനെ ഒരു ഫ്രണ്ട് വേണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുമോ? കൂടെ നിന്ന് കുത്തുന്നു. ഇവിടെ പറയുന്നത് അവിടെ പോയി പറയുന്നു നൂറയ്ക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ നൂറ അവിടെ നിൽക്കുന്നു. നൂറെ എങ്ങനെയെങ്കിലും കപ്പടിപ്പിക്കണം. ആ കപ്പടിപ്പിക്കാൻ വേണ്ടി അനുമോളെ തകർക്കണം. അതിനുവേണ്ടിയുള്ള മരുന്നിട്ട് കൊടുത്തിട്ട് പോയി ഈ പറയുന്ന ആദില. അനുമോള് നമ്പർ കൊടുത്തെന്നിരിക്കട്ടെ, അക്ബറിനെ ആണ് പോയിന്റ് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കട്ടെ. അല്ലാതെ തെറ്റെന്താണ്? ഒരു തെറ്റുമില്ല. ഞാൻ നോക്കിയിട്ട് നമ്മൾ വെളിയിൽ നിന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങൾ തന്നെയാണ് അനുമോൾ അകത്തുനിന്ന് തന്നെ പറഞ്ഞത്.
അതുപോലെ തന്നെ അനുമോള് പറയുന്നുണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് ഈ പ്രൊമോയിൽ പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന്. അതുപോലെ തന്നെ അക്ബറിനോട് പോയിട്ട് സംസാരിക്കാൻ നിൽക്കുമ്പോഴാണ് അക്ബർ വലിയ വലിയ ഡയലോഗ് ഒക്കെ അടിക്കുന്നത്, ഞാൻ റിയൽ ആയിട്ടുമാണ് ഇവിടെ നിന്ന് കളിച്ചതെന്ന്. അക്ബർ എന്ത് ഗെയിമാണ് അവിടെ കളിച്ചത്? കുത്തിത്തിരിപ്പല്ലായിരുന്നോ? അവിടെ നിന്ന് വരുന്നവരെ എല്ലാം കൂടെ കൂട്ടിയിട്ട് അവരെ വെച്ച് ഗെയിം കളിക്കുമല്ലായിരുന്നു ആ ബീൻ ബാഗിൽ ഇരുന്നുകൊണ്ട്? എന്ത് ഗെയിമാണ് നീ കളിച്ചത്? ആ നിന്റെ ഗെയിമിൽ വീണു പോയത് അവരാണ്. അവരെല്ലാം എന്നിട്ട് പുറത്തുപോയി. എന്നിട്ടും അവർക്ക് വാശി അനുമോളോട്. അത് പെണ്ണുങ്ങൾക്ക് മാത്രമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവിടെ വന്ന പെണ്ണുങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ അസൂയ ഈ പറയുന്ന അനുമോളോട്. വേറൊന്നുമല്ല, അനുമോൾ എത്തിപ്പിടിക്കുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾക്ക് എത്താൻ പറ്റിയില്ല, എന്നാ പിന്നെ തകർത്ത് തരിപ്പണമാക്കിയേക്കാം എന്നുള്ള ഒരു ആലോചനയിൽ കയറി വന്നവർ. അതിൽ ലക്ഷ്മി മാത്രമേ ഉള്ളൂ കുറച്ചുകൂടെ നല്ല സ്ട്രോങ് ആയിട്ട് നിന്ന് അനുമോളുടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. ലക്ഷ്മിയുടെ ക്വാളിറ്റി ആണത്. ലക്ഷ്മി പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ലക്ഷ്മി കൂടുതലും അനുമോളെ സ്ട്രോങ് ആക്കാനാണ് നോക്കുന്നത്. ലക്ഷ്മി അവിടെ വീഡിയോയും എല്ലാം കണ്ടിട്ടാണെന്ന് തോന്നുന്നു എനിക്ക് പോയത്. ആരെല്ലാം പുറകിൽ നിന്ന് കുത്തുന്നവരാണ്, ആരാണ് ഇവിടെ ഗെയിമർ, ആരാണ് പന്ന ഗെയിം കളിച്ചത്, ആരാണ് നല്ല ഗെയിം കളിച്ചത് എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ പോയിട്ടാണ് അവിടെ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയത്. ഇത്രയും പേര് കോർണർ ചെയ്യുന്നു, അവിടെ ഒരു മനുഷ്യനാണെങ്കിൽ പോയിട്ട് അനുമോൾക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ടോ? ഈ പറഞ്ഞ 7 പേര് അവിടെ അകത്തുണ്ടല്ലോ. ഈ പറഞ്ഞ അനീഷ് ലബ്ബാണെന്ന് പറഞ്ഞ് പുറകെ നടന്നല്ലോ. ഇപ്പോൾ അനുമോളെ കോർണർ ചെയ്യുമ്പോ എന്തേ ഈ പറഞ്ഞ അനീഷിന്റെ ആ നാക്ക് എന്താ വെളിയിലോട്ട് വരത്തില്ലേ? അതിനു മുമ്പ് എന്തൊക്കെയായിരുന്നു അവിടെ? അനുമോളെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കയറി കോർണർ ചെയ്യുമായിരുന്നല്ലോ. അപ്പൊ അനീഷിനോട് ഈ വെളിയിൽ നിന്ന് വന്നവർ പറഞ്ഞു തന്നിരിക്കുന്ന പോലെ ഒന്നും അല്ല ഇപ്പൊ വെളിയിൽ കാര്യങ്ങൾ നടക്കുന്നത്. അനുമോളെ തോപ്പിക്കാൻ കുറച്ചൊന്ന് മുക്കേണ്ടി വരും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് അനീഷിനോട് വാശിയും വൈരാഗ്യവും ഒന്നുമില്ല. അനീഷ് നല്ലൊരു പ്ലെയറാണ്, അല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ PR ഇല്ല എന്ന് പറയുന്നത് ഞാനത് വിശ്വസിക്കത്തുമില്ല, ഞാനത് സമ്മതിച്ചു തരത്തുമില്ല. എല്ലാവർക്കും അവിടുത്തെ PR വർക്കുകളുണ്ട്. എന്താണ് PR വർക്ക്? വോട്ടങ്ങ് മറിച്ച് 2 ലക്ഷം വോട്ട് 3 ലക്ഷം വോട്ട് മറിക്കാൻ പറ്റുമെന്നാണോ നിങ്ങളൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരിക്കലും അല്ല. ആദില കഴിഞ്ഞ ദിവസം അവരുന്നോണ്ട് വലിയ വായിൽ കറഞ്ഞുകൊണ്ട് പറയുന്നത് കേട്ടല്ലോ, PR ഉള്ളവർക്ക് മാത്രമേ ഇവിടെ ജയിക്കത്തുള്ളൂ, അത് PR ഇല്ലാത്ത ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്ന്. ജനങ്ങളൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞു ആര് ജയിക്കണം ആര് തോക്കണം എന്നുള്ളത്. PR എന്താണെന്നുള്ളത് ഈ ജനങ്ങൾക്കെല്ലാം മനസ്സിലായും കഴിഞ്ഞു. ഈ PR എന്ന് പറഞ്ഞാൽ വലിയ സംഭവം ഒക്കെ ആയിട്ടാണ് ആദ്യമേ കൊണ്ടുവന്നത്. പക്ഷേ ഈ സംഭവം ഇതൊരു വലിയ സംഭവം അല്ലെന്നും PR എന്ന് പറഞ്ഞാൽ PR എടുക്കുന്ന പണി എന്താണെന്ന് ഉള്ളതും ജനങ്ങൾക്കെല്ലാം മനസ്സിലാക്കാൻ കഴിഞ്ഞു ഈ സീസൺ കാരണം. വരുന്നവരും പോകുന്നവരും എല്ലാം PR പറഞ്ഞ് ആക്രമിക്കുന്ന ഒരൊറ്റ മത്സരാർത്ഥി അനുമോള്. ഇവരെല്ലാം കോർണർ ചെയ്യുന്ന ഒരു മത്സരാർത്ഥി അനുമോള്. എന്തായാലും ഇന്നത്തെ ആ പ്രൊമോ വെച്ച് നോക്കുവാണെങ്കിൽ വൈകുന്നേരം എല്ലാവരും കൂടി ലാസ്റ്റ് കലാശക്കൊട്ടായിരിക്കാം, പോകുമായിരിക്കാം, ആ പോകുന്നതിന് മുമ്പുള്ളതായിരിക്കാം. എങ്ങനെയാണെങ്കിലും അനുമോളെ ശരിക്കും കോർണർ ചെയ്യുന്നുണ്ട്. അതോടുകൂടി എല്ലാത്തിനും പരിസമാപ്തി ആയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, വീണ്ടും അനുമോളെ ഇവർ ആദ്യം എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? ഒറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഇപ്പോൾ വന്നപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴെന്താണ് ചെയ്യുന്നത്? ഒറ്റപ്പെടുത്തിയിട്ട് തന്നെ തിരിച്ചു പോകുന്നു. എല്ലാവരും പറയും ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയാണ് അനുമോൾ ഇറക്കുന്നതെന്ന്. ഒരിക്കലും അല്ല. അനുമോൾ അവിടെ ഒരിക്കലും ഒറ്റപ്പെട്ട ഒരു കളി കളിക്കാൻ നിന്നിട്ടില്ല. അങ്ങനെ ഒറ്റപ്പെട്ട് കളിക്കുന്ന ഒരാളായിരുന്നെങ്കിൽ ആദിലയും നൂറയും കൂടെ കൂട്ടേണ്ട ആവശ്യമില്ലായിരുന്നു. തന്റെ പെങ്ങന്മാരെ പോലെ തന്റെ സുഹൃത്തുക്കളെ പോലെ ജീവന തുല്യം കണ്ട ഒരാള് അവസാനം അവര് തന്നെ അനുമോളെ പുറകിൽ നിന്ന് കുത്തിയെന്നുള്ളതാണ്. എന്നിട്ട് നൂറ അവിടെ ഇരിക്കുന്ന ഒരു ഇരിപ്പുണ്ട്. നൂറയുടെ വിചാരം എന്താണ്? നൂറയ്ക്ക് കപ്പ് കിട്ടുമെന്നാണോ? തിരിച്ചു പോകുമ്പോൾ ആദിലയുടെ കൂടെ പോയി കടയിൽ പോയിട്ട് ഒരു കപ്പ് വാങ്ങിച്ചുകൊണ്ട് വീട്ടിലോട്ട് പോയച്ചാൽ മതി. അതേ നടക്കത്തുള്ളൂ. ടോപ്പ് 5 വരുമായിരിക്കാം. എന്ന് വെച്ചാൽ ഇത്രയും ദിവസം ഷാനവാസിന്റെയും അനുമോളുടെയും കൂടെ നടന്ന് അവരുടെ കുറച്ച് ഫാൻസിനെ നിങ്ങൾക്ക് അടിച്ചു മാറ്റാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ അവർക്ക് റിയാലിറ്റി ഒക്കെ മനസ്സിലാക്കി അവർ തിരികെ വന്നിട്ടുണ്ട്. എന്നാലും ഇപ്പോഴത്തെ വോട്ടിങ്ങിന്റെ ഒരു ശതമാനമൊക്കെ വെച്ചിട്ട് ചിലപ്പോൾ ടോപ്പ് 5 എത്തിയേക്കാം, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ ഗപ്പ് എന്നുള്ളത് നൂറയ്ക്ക് കിട്ടില്ല എന്ന് ഞാൻ 100% അടിച്ചു ഉറപ്പിച്ച് തന്നെ പറയും. ടോപ്പ് 5 ആദ്യം പുറത്താകുന്ന മത്സരാർത്ഥി ചിലപ്പോൾ അക്ബർ ഉണ്ടെങ്കിൽ അക്ബർ, അല്ലെങ്കിൽ ഈ പറയുന്ന നൂറ, ഇവർ രണ്ടുപേരിൽ ഒരാളായിരിക്കാം ടോപ്പ് 5 നിന്ന് പുറത്താകുമ്പോൾ ആദ്യം പുറത്താകുന്നത്. അപ്പൊ എന്തായാലും അനുമോളാണ് ഇവരുടെ ടാർഗറ്റ്. അനുമോളെ എങ്ങനെ നെഗറ്റീവ് ആക്കാം, പോകുന്ന സമയത്തും എങ്ങനെ നെഗറ്റീവ് ആക്കാം എന്ന് പ്ലാൻ ചെയ്ത് അനുമോൾക്കെതിരെ അറ്റാക്ക് ചെയ്യുന്നവർ. ഓക്കെ, നിങ്ങൾ ഇനി എത്ര ദിവസമുണ്ട്? ഇനി 2 ദിവസം കൂടിയുണ്ട്. ഇന്നുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 2ാമത്തെ ദിവസം ഇതിന്റെ റിസൾട്ട് അറിയും. അപ്പോൾ നിങ്ങൾ ഞെട്ടിക്കോളൂ. ഓക്കെ, എന്തായാലും അനുമോൾക്കാണ് വിജയസാധ്യത കൂടുതലും. പിന്നെ കൂടുതൽ പേര് ഈ തെറ്റിദ്ധാരണയിലൊന്നും വീഴരുത് കേട്ടോ. ഹോട്ട്സ്റ്റാർ അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ മറ്റേ ആളാണ് മുന്നിൽ, മറിച്ച ആളാണ് മുന്നിൽ എന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ഹോട്ട്സ്റ്റാറിൽ അങ്ങനെ ഒരു കള്ളത്തരം ഒന്നും നടക്കാൻ സാധ്യത കുറവാണ്. അതുപോലെ അനുമോളുടെ വോട്ടുകൾ എല്ലാവരും ക്ലിയർ ചെയ്ത് കളഞ്ഞു, അനുമോൾക്ക് വോട്ട് കുറഞ്ഞു എന്നൊക്കെ പറയുന്നത് ചുമ്മാതെയാണ്. നിങ്ങൾ അതൊന്നും വിശ്വസിക്കേണ്ട. അനുമോള് അത്യാവശ്യം വോട്ടൊക്കെ പിടിച്ച് ഇപ്പൊ മുന്നോട്ട് പോകുന്നുണ്ട്. നിങ്ങളുടെ വോട്ടുകൾ ഇപ്പോഴും കൃത്യമായിട്ട് ചെയ്ത് മുന്നോട്ട് പോവുക. ഈ വെളിയിൽ വരുന്ന അങ്ങനെയുള്ള ന്യൂസുകളിലൊന്നും വീഴാതിരിക്കുക. അങ്ങനെ വീഴുന്നവർ ആദ്യം പോയിട്ട് നിങ്ങൾ ആ ചാനൽ മൊത്തമായിട്ട് നോക്കുക. ആ ചാനൽ മൊത്തമായിട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് ചാനൽ ആർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ.
എന്തായാലും ആദില, നൂറ എന്നീ രണ്ട് വിഷവിത്തുകളെ നമുക്ക് എല്ലാവർക്കും കാണിച്ചു തന്നു. അതുപോലെ തന്നെ ശൈത്യയുടെ കാര്യം പിന്നെ പ്രത്യേകം പറയണ്ട. സരിക, കുടുംബശ്രീ സരിക, ഇവരെല്ലാം എക്സ്പോസ് ആയി കഴിഞ്ഞു. അപ്പാനി, ബിൻസി, ഇതൊക്കെ. ഈ അപ്പാനിയുടെയും ബിൻസിയുടെയും കാര്യം എല്ലാവരും മറന്നിരുന്നതല്ലേ? ആരെങ്കിലും പറഞ്ഞോ? നമ്മൾ ചോദിച്ചത് ഒറ്റ ക്വസ്റ്റ്യനേ ഉള്ളൂ, ഇവരെങ്ങനെ ഇവിടെ വന്നപ്പോൾ ഇത്രയും അടുത്തു എന്ന് വെച്ചാൽ ആ എവിക്ഷൻ കാണുമ്പോൾ എല്ലാവർക്കും തോന്നിയതാണ്. പിന്നെ ആ വീട്ടിലാണ് ഒരുപാട് സംസാരങ്ങൾ നടന്നത് അതിനെക്കുറിച്ച്. അതും ഈ പറയുന്ന അനുമോളുടെ ദേഹത്തേക്ക് തന്നെയാണ് വന്ന് വീണത്. എന്നിട്ട് ഇപ്പോൾ എന്ത് പറ്റി? അവര് വെളുപ്പിക്കാൻ വന്നു, ഇപ്പൊ ആകെ നാറിയില്ലേ? നാറിയിട്ടല്ലേ വെളിയിലോട്ട് ഇറങ്ങുന്നത്. വന്നു കയറി നല്ല ഡീസന്റ് ആയിട്ട് സംസാരിച്ച് ഓരോ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് പറഞ്ഞ് ദേഷ്യപ്പെടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇന്നലെ ഈ പറഞ്ഞ മസ്താനിയും അപ്പാനിയും സംസാരിച്ചപ്പോൾ എന്തുമാത്രം ഡീസന്റ് ആയിട്ട് സംസാരിച്ചത്, അതുപോലെ അനുമോളോട് പോയി സംസാരിച്ച് കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് വരാനുള്ളതിന് ആദ്യമേ പോയി അനുമോളെ കോർണർ ചെയ്ത് അനുമോളെ അറ്റാക്ക് ചെയ്യാൻ വെളിയിൽ നിന്ന് പിടിച്ച് ഭ്രാന്ത് മൂത്ത് അനുമോൾ ഇങ്ങനെ ജയിച്ച് വരുന്നല്ലോ എന്നുള്ളൊരു ആവലാതിയിൽ പോയിട്ട് ചെയ്യുന്നതെല്ലാം യാന്ത്രികമായി ചെയ്തിട്ട് ഫുള്ളി നെഗറ്റീവുമായിട്ടല്ലേ ഈ പറയുന്നവരെല്ലാം വെളിയിലോട്ട് ഇറങ്ങുന്നത്. നിങ്ങൾ കയറി എവിക്ഷനായി പോയതിനേക്കാൾ വലിയ നെഗറ്റീവുമായിട്ടല്ലയോ ഈ പോയ പടകളെല്ലാം കൂടെ തിരിച്ചിറങ്ങുന്നത്. നിങ്ങൾക്ക് അത് തന്നെ വേണം. ഇതാണ് കർമ്മ, ശരിക്കുള്ള കർമ്മ. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ വോട്ടുകൾ കൃത്യമായിട്ട് ചെയ്യുക. അതുപോലെ അനുമോൾക്ക് നിങ്ങൾ വോട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് നേരത്തെ വോട്ട് ചെയ്യുക. കാരണം ഹോട്ട്സ്റ്റാർ ചിലപ്പോൾ ലാഗാകാനൊക്കെ ചാൻസ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ അത്രമാത്രം വോട്ടിങ് അവിടെ ഇവിടുന്നൊക്കെ പലർക്കും നടക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു വോട്ട് ചെയ്യുന്നവർ 10 വോട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, എന്തായാലും നമ്മൾ അനുമോളുടെ PR ആയി, പിന്നെ ഇത് പറയുന്നതിന് എന്താ? ഓക്കെ, എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.